വിവാഹത്തിന് ശേഷം പല സ്ത്രീകളും കണ്ണടയുടെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് അവർക്ക് തോന്നാറുണ്ടല്ലേ, പണ്ട് ഞാൻ എത്ര സുന്ദരിയായിരുന്നു എന്നുള്ളൊരു കാര്യം. കുടുംബത്തിനും ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത് പ്രായത്തിനേക്കാൾ കൂടുതൽ ക്ഷീണം തോന്നുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ ഭാര്യമാരും അമ്മമാരും സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിഷയങ്ങളെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. എപ്പോഴും ചെറുപ്പമായിരിക്കാനും ആരോഗ്യവതിയായിരിക്കാനും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സൗന്ദര്യത്തിനെ തിരിച്ചു കിട്ടാനും നമ്മുടെ ആയുർവേദം നമുക്ക് പറഞ്ഞു തരുന്ന 5 രഹസ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ സന്തോഷവതി ആയിരിക്കൽ അല്ലെങ്കിൽ ആരോഗ്യവതി ആയിരിക്കുമ്പോഴാണ് ആ ഒരു കുടുംബം മൊത്തം സന്തോഷത്തിലാവുക അല്ലെ. പക്ഷെ ഭർത്താവിന്റെ മക്കളുടെ ഒക്കെ പിന്നാലെ പോയിട്ട് സ്വന്തം ആരോഗ്യം നോക്കാൻ സമയം കിട്ടാത്തവരാണ് ഒട്ടുമിക്ക സ്ത്രീകളും. അപ്പൊ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും, ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് വീട്ടിൽ ആരെങ്കിലും ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, ചില സ്ത്രീകൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് കഴിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ രാത്രിയൊക്കെ ഭക്ഷണം ബാക്കി വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത്. കാരണം ആയുർവേദത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുക. ഇത്തരത്തിൽ ഇങ്ങനെ പഴകിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചൂടാക്കിയിട്ട് ഇത്തരത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ വിഷാംശം പോലെയുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ ഫ്യൂച്ചറിൽ അമിതവണ്ണം പോലെയുള്ള കാര്യങ്ങൾ, ക്ഷീണം, അതുപോലെ തന്നെ വാർദ്ധക്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ കൂടുതലും പച്ചക്കറികൾ, പഴങ്ങൾ, പാല്, തൈര്, നെയ്യ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ദഹനത്തിന് തകരാറിലാക്കുന്ന രണ്ടാമത്തെ ഒരു കാരണമാണ് സ്ട്രെസ്, അമിതമായിട്ടുള്ള ചിന്ത, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് ശരിയായിട്ട് ദഹിക്കില്ല. അത് ദഹിക്കാത്തോടത്തോളം ശരീരത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. കൂടെ ശരീരത്തിൽ നല്ലൊരു പ്രായം കൂടുതലാകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും സാധിക്കും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കൂടുതൽ സ്ട്രെസ് എടുക്കുന്ന ആളുകളും ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കും പെട്ടെന്നൊരു പ്രായം കൂടുന്നത് പോലെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഭർത്താവിനെ പറ്റിയിട്ടുള്ള ഭാവി, കുട്ടികളെ പറ്റിയിട്ടുള്ള ഭാവി, ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാകുക, ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക സ്ത്രീകളും. നിങ്ങൾ ചിന്തിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സ്ട്രെസ് എടുക്കാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ സ്ട്രെസ് എടുക്കുമ്പോൾ ശരീരത്തിലത്തെ കോർട്ടിസോളിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെയും ശരീരത്തിനും മുഖത്തിനൊക്കെ നല്ലൊരു പ്രായം തോന്നിക്കും. അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ശരീരത്തിലത്തെ ഭാരം ഇറക്കി വെക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ രഹസ്യമാണ് ഉറക്കം. രാത്രി നേരം വൈകി കിടന്നിട്ട് രാവിലെ നേരത്തെ എണീക്കുന്നവരാണല്ലോ ഒട്ടുമിക്ക സ്ത്രീകളും. ആയുർവേദത്തിൽ നമ്മൾ പറയും, സ്ത്രീയുടെ ഒരു സൗന്ദര്യ വസ്തു എന്ന് പറയുന്നത് തന്നെ ഉറക്കം ആണെന്നാണ്. അപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ ഫുൾ കോശങ്ങളൊക്കെ നന്നായിട്ട് റിപ്പയർ ആകാനും ശരീരം ഫുള്ള് റിപ്പയർ ആകുന്ന ഒരു സമയമാണ്. അപ്പൊ ശരീരത്തിൽ ഉറക്കം കുറയുമ്പോൾ എന്താ ഉണ്ടാകുക, ശരീരത്തിൽ വാതദോഷം നന്നായിട്ട് കൂടും. ശരീരത്തിൽ വാതദോഷം കൂടുമ്പോൾ സ്കിന്നിൽ ഒരു ഡ്രൈനെസ് ഉണ്ടാകാനും ശരീരത്തിൽ നന്നായിട്ടൊരു ചുളിവ് പോലെ, മുടി കൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങള്, മുഖത്തത്തെ ഒരു തിളക്കം നന്നായിട്ട് കുറയാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറക്കം വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. രാത്രി നിങ്ങൾ പറ്റുമെങ്കിൽ നേരത്തെ കിടന്നുറങ്ങാനായിട്ട് നോക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം നല്ലൊരു എനർജി, ഒരു ഉന്മേഷം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ അപ്പൊ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ കുടിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെയാണ് എണ്ണ തേച്ചുകൂടി, ഓയിൽ മസാജ്. ആയുർവേദത്തിൽ നമ്മൾ ഇതിന് അഭ്യംഗം എന്ന് പറയാറുണ്ട്. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ അല്ലെങ്കിൽ ധന്വന്തര തൈലം, ഏതെണ്ണയോ തൈലോ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ ഫുൾ ബോഡിയിൽ മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ മസാജ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കൈകളിലും കാലുകളിലും ചെവിയുടെ പിന്നിലൊക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും പറയുന്ന ഭാഗങ്ങളിൽ മസാജ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തടയാനായിട്ട് സഹായിക്കും. കാരണം ഒരു 40 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതലും വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. കൂടുതലും ഈ സന്ധിവാദം, ശരീരത്തിലെ വേദന, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെ തടയാനും
കൂടെ ശരീരത്തിന് ഒരു മൃദുത്വം കൊടുക്കാനായിട്ട്, ഒരു സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് കൊടുക്കാനും, തിളക്കം നന്നായിട്ട് കൂട്ടുന്നതിനും, ശരീരത്തിലേക്കുള്ള രക്തയോട്ടം നന്നായിട്ട് കൂട്ടാനും വളരെയധികം സഹായിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോ നിങ്ങൾക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യുന്നതിന്റെ കൂടെയായിട്ട് ഫീറ്റ് മസാജ്, പാദാഭ്യംഗം ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാലിന്റെ പാദത്തിന്റെ അടിയിൽ നന്നായിട്ട് എണ്ണ കൊണ്ട് മസാജ് ചെയ്തിട്ട് കുളിക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പാദാഭ്യംഗം എന്ന് പറയുന്ന ഒരു കാര്യം ശിരസിലേക്ക് വരെ രക്തയോട്ടം നന്നായിട്ട് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന കൂടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് എണ്ണ തേച്ച് കുളി ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. 5ാമത്തെ പോയിന്റ്, രസായന ചികിത്സ. പ്രായമാകും തോറും സ്ത്രീകളിൽ പലതരം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ അശ്വഗന്ധ, ശതാവരി, നെല്ലിക്ക ഇത്തരത്തിൽ പറയുന്ന രസായന മെഡിസിൻസിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പക്ഷെ ഇത് കഴിക്കേണ്ടത് നിങ്ങളുടെ ശരീരപ്രകൃതിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ച് മാത്രം നിങ്ങൾ കഴിക്കുക. കാരണം ധാരാളം സ്ത്രീകളിൽ ഈ ഫൈബ്രോയിഡ്, PCOD ഇത്തരത്തിലുള്ള ധാരാളം ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറെ അധികം ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ചില കണ്ടീഷൻസിൽ ചില മെഡിസിൻസ് അത്രയും സ്യൂട്ട് ആവുന്നതല്ല. അപ്പൊ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് ഏതാണ് സ്യൂട്ട് ആകുന്നത് ആ ഒരു കാര്യം നിങ്ങൾ വെക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലത്തെ ഹോർമോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അവസാനമായിട്ട് ചെയ്യും. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും കൂടി നോക്കുക കേട്ടോ. പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലത്ത് പറ്റില്ല എന്ന് തന്നെ പറയണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹോബീസിന് വേണ്ടിയും കുറച്ചൊക്കെ സമയം കണ്ടെത്താനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാനാണോ, പാട്ട് പാടാനാണോ, നൃത്തം ചെയ്യാനാണോ, എന്തിനാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും, അമ്മ എന്തുകൊണ്ട് അത് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരം ഉണ്ടാവില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനായിട്ട് നിങ്ങൾ മറന്നു പോവാണ് ചെയ്തത്. സ്വന്തമായിട്ട് നിങ്ങൾ ചിരിക്കുമ്പോഴാണ്, സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ ചെറുപ്പമായിട്ട് കാണുക. അപ്പൊ അവസാനമായിട്ട് ഒന്നും കൂടി ഒന്ന് റിക്കളക്ട് ചെയ്ത് പറയാനാണെങ്കിൽ, നല്ല ആഹാരം കഴിക്കുക, നല്ല രീതിയിൽ ഉറക്കം, സ്വയം പരിചരിക്കാനായിട്ടും സ്വയം സ്നേഹിക്കാനായിട്ടും കൂടി നോക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് രൂപേണ അറിയിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.